പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് പ്രധാനപ്പെട്ട 2 കറണ്ട് അഫെയർ നോക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം നേടിയത് ആര്? ഓപ്ഷൻ എ അനിൽ പി ധർമ്മജൻ, ഓപ്ഷൻ ബി അഖിൽ പി ധർമ്മജൻ, ഓപ്ഷൻ സി പ്രസാദ് സൂരി, ഓപ്ഷൻ ഡി ശ്രീജിത്ത് മുത്തേടത്ത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അഖിൽ പി ധർമ്മജനാണ്. അപ്പോൾ 2025 കേന്ദ്ര സാഹിത്യ പുരസ്കാരം യുവ പുരസ്കാരം നേടിയത് അഖിൽ പി ധർമ്മജൻ. ഇനി അദ്ദേഹത്തിൻ്റെ ഏത് കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് നോക്കാം. അദ്ദേഹത്തിൻ്റെ നോവലായ റാം കെയർ ഓഫ് ആനന്ദി, റാം കെയർ ഓഫ് ആനന്ദി, ആ കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം ലഭിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഡിസ്കസ് ചെയ്യാം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2025 മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് എൻ പ്രഭാകരൻ. അദ്ദേഹത്തിൻ്റെ മായാമനുഷ്യർ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. മായാമനുഷ്യർ. ഇനി എത്രയാണ് പുരസ്കാര തുക? 1,00,000 രൂപയാണ്. പുരസ്കാര തുക എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. പിന്നെ ഫലകം ഉണ്ട്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടും. ശ്രീജിത്ത് മുത്തേടത്തിനാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീജിത്ത് മുത്തേടത്തിന്. അദ്ദേഹത്തിൻ്റെ കൃതിയായ പെൻഗിനുകളുടെ വൻകരയിൽ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. പെൻഗിനുകളുടെ വൻകരയിൽ. ഓക്കെ. അപ്പോൾ ഈ യുവ പുരസ്കാരം അതുപോലെ തന്നെ ബാലസാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 50,000 രൂപയാണ്. 50,000 രൂപ. ഇനി അടുത്ത ചോദ്യം നോക്കാം. 2025 ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആര്? എ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ബി ജസ്റ്റിസ് NV രമണ, സി ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ഡി ജസ്റ്റിസ് BR ഗവായ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 52ാമത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് BR ഗവായ്. ഓപ്ഷൻ ഡി ജസ്റ്റിസ് BR ഗവായ്. ഓക്കെ. ഇനി നിലവിൽ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 52ാമത്തെയാണ് ജസ്റ്റിസ് BR ഗവായ്. ഓക്കെ. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പറഞ്ഞു. അതിൽ 2025 നമ്മൾ ഡിസ്കസ് ചെയ്തത്. 2024 കൂടി ഡിസ്കസ് ചെയ്യാം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് മലയാളം വിഭാഗത്തിൽ ലഭിച്ചത് കെ ജയകുമാർ അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിങ്കളകേശിനി എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം ലഭിച്ചത് ശ്യാം കൃഷ്ണൻ. യുവ പുരസ്കാരം ലഭിച്ചത് ശ്യാം കൃഷ്ണനായിരുന്നു. കൃതി മീശക്കള്ളൻ. കൃതി ഏതാണ്? മീശക്കള്ളൻ. ഇനി ബാലസാഹിത്യ പുരസ്കാരം കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം
2024 ലഭിച്ചത് ഉണ്ണി അമ്മയമ്പലത്തിനാണ്. ഉണ്ണി അമ്മയമ്പലം. ഉണ്ണി അമ്മയമ്പലത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതിയായ അൽഗോരിതങ്ങളുടെ നാട്, അതിനാണ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.